തന്റെ ആദ്യ നായികയായ നടി കനകയെ കാണാനെത്തി നടൻ രാമരാജ്. അവരായത് കണ്ട് കണ്ണീരടക്കാനാവാതെ താരം. മലയാളികൾക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കോടാനുകോടികൾ കൊതിച്ചൊരു നായികയുടെ ഇന്നത്തെ അവസ്ഥ അതിദയനീയം. അതും നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടനടി കനകയുടെ. സിനിമയിലെ ആദ്യ നായകനെ നേരിൽ കണ്ട് നടി കനക 1989 പുറത്തിറങ്ങിയ കരകാട്ടക്കാരൻ എന്ന തന്റെ ആദ്യ ചിത്രത്തിൽ നായകനായ രാമരാജനെയാണ് കനക സന്ദർശിച്ചത്. 1 വർഷത്തോളം തിയേറ്ററുകളിൽ നിറഞ്ഞോടിയ ചിത്രമായിരുന്നു കനകയുടെ അരങ്ങേറ്റ ചിത്രമായ കരകാട്ടക്കാരൻ. ചിത്രത്തിലെ മാങ്കുയിലെ പൂങ്കുയിലെ എന്ന ഗാനത്തിന് ഇന്നും ആരാധകർ ഏറെയാണ്. ഗംഗൈ അമരൻ സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെ കനക രാമരാജൻ ജോഡിയും തമിഴ് പ്രേക്ഷകർക്ക് പ്രിയങ്കരമായി മാറി. യുവ സംഗീത സംവിധായകൻ ധരൺ കുമാറിനൊപ്പമാണ് കനക പഴയ നായകൻ രാമരാജനെ കാണാനെത്തിയത്. ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിക്കുകയും ഇരുവർക്കും ഒപ്പം ഒരുപാട് പഴയകാല സിനിമാ വിശേഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്തുവെന്ന് പ്രിയ താരങ്ങൾക്കൊപ്പമുള്ള ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് കുറിച്ചു. ഉച്ചഭക്ഷണം ഒരു ഓർമ്മ പുതുക്കലായി മാറുമ്പോൾ എൻ്റെ സഹോദരി കനകയോടും രാമരാജൻ സാറിനോടുമൊപ്പം 37 വർഷത്തെ സിനിമാ ഓർമ്മകൾ അയവിറക്കുന്നു. ധരൺകുമാറിന്റെ വാക്കുകൾ ഇതായിരുന്നു. കനകയുടെ പുതിയ ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തു. കനകയുടെ രൂപത്തിൽ വന്ന മാറ്റമാണ് അതിനൊപ്പം വലിയ ചർച്ചയായത്. സിൽവർ നിറത്തിലുള്ള ഹൈലൈറ്റ് ചെയ്യുന്ന ഐ മേക്കപ്പിലാണ് കനക ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. കനകയുടെ ഈ ലുക്കും ഏറെ ചർച്ചയായി. സമൂഹമാധ്യമങ്ങളിൽ സജീവമല്ലാത്ത താരമാണ് കനക. നിരവധി ഗോസിപ്പുകളും താരത്തിന്റെ അജ്ഞാതമായ വ്യക്തിജീവിതത്തെപ്പറ്റിയുള്ള ചർച്ചകളും സജീവമാണ്. ഗോഡ്ഫാദർ, വിയറ്റ്നാം കോളനി തുടങ്ങി ബ്ലോക്ക് ബസ്റ്റർ മലയാള സിനിമകളിലും കരകാട്ടക്കാരൻ ഉൾപ്പെടെ സൂപ്പർഹിറ്റ് തമിഴ് സിനിമകളിലൂടെയും താരമായ കനക കാലക്രമേണ സിനിമ വിട്ട് ഏറെക്കുറെ അജ്ഞാതമെന്ന് പറയാവുന്ന ഒരു സ്വകാര്യ ജീവിതത്തിൽ ഒതുങ്ങിക്കൂടുകയായിരുന്നു. 25 വർഷത്തോളമായി സിനിമാ മേഖലയിൽ നിന്ന് അകന്നു ജീവിക്കുകയാണ് താരസുന്ദരി. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.